ഹലോ വെൽക്കം ടു അസ്ലം സ്റ്റോക്സ്. ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാക്രോ എക്കണോമിക്സിലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാം എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ മൈക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നേരെ ഈ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ മാക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സിൽ എന്താണ് മാക്രോ എക്കണോമിക്സ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട 4 സെക്ടേഴ്സ് അല്ലെ, 4 സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി: ഹൗസ് ഹോൾഡ്, ഫേം, അതേപോലെ തന്നെ ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഈ 4 സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി പഠിക്കുക. അതേപോലെ തന്നെ ഓപ്പൺ എക്കോണമി എന്താ, ക്ലോസ്ഡ് എക്കോണമി എന്താ, ഇത്രയും ഭാഗമാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വരുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് വെയിറ്റേജ് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. നല്ലോണം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നോക്കേണ്ടതുണ്ട്. എന്താണ് നാഷണൽ ഇൻകം, എന്താണ് NI, നാഷണൽ ഇൻകം എന്താ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഗുഡ്സ്, ടൈപ്സ് ഓഫ് ഗുഡ്സ് ഏതൊക്കെ ടൈപ്സ് ഗുഡ്സ് ആണുള്ളത്. അതേപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് സ്റ്റോക്കിലേക്കും ഫ്ലോയിലേക്കും മാറ്റാൻ വേണ്ടി ചോദിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ദി 2 സെക്ടർ എക്കോണമി, ഹൗസ് ഹോൾഡും ഫേമും വരുന്ന ആ ഒരു ചാർട്ട് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാർട്ടുമായി ബന്ധപ്പെട്ട് 3 ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ചാർട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അതേപോലെ തന്നെ ആ ചാർട്ടുമായി ബന്ധപ്പെട്ട് റിയൽ ഫ്ലോ ഏതാ, മണി ഫ്ലോ ഏതാ, അതേപോലെ തന്നെ ആ ചാർട്ടുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻകം കണക്കാക്കുന്ന 3 മെത്തേഡ് അതിലൊന്ന് അടയാളപ്പെടുത്താൻ പറയാം. ഇങ്ങനെ 3 രീതിയിൽ ആ ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേപോലെ തന്നെ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം എസ്സേക്ക് കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മെത്തേഡ് നിങ്ങൾക്കറിയാം: പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ദെൻ ഇൻകം മെത്തേഡ്. ഇത് 3ഉം ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, ഒരു പ്രോബ്ലം തന്നിട്ട് ഈ 3ഉം കാണാൻ പറയും. ഒരേ സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ഈ 3 മെത്തേഡ് ചോദിക്കാം. അല്ലെങ്കിൽ ആ 3 മെത്തേഡുമായി ബന്ധപ്പെട്ട് 1-2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ബാക്കി 2 മെത്തേഡ് വെച്ചിട്ട് അത് പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാൻ പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ GDP ഇൻഡിക്കേറ്റേഴ്സ്, FCMC ഒക്കെ വരുന്ന ആ ഭാഗം. എന്താണ് റിയൽ GDP, എന്താണ് നോമിനൽ GDP, എന്താണ് GDP ഡീഫ്ലാറ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം GDP ആൻഡ് വെൽഫെയർ, GDPയും വെൽഫെയറും തമ്മിലുള്ള ബന്ധം അത് ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതാണ് സെക്കൻഡ് ചാപ്റ്ററിലുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. എന്താണ് മണി, പണത്തിന് മുമ്പുള്ള സിസ്റ്റം ഏതാ, ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ ചോദിക്കാം. 4 പോരായ്മകൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പണം എന്താ, മണി, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി. അതുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് ഫോർ മണി ചോദിക്കാം. ഡിമാൻഡ് ഫോർ മണി ചോദിക്കുമ്പോൾ 3 മോട്ടീവ്സ് പഠിച്ചു വെക്കണം: ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രൊക്കേഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവുമായി ബന്ധപ്പെട്ട് ലിക്വിഡിറ്റി ട്രാപ്പ് എന്താ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് മണി, M1, M2, M3, M4 അടങ്ങുന്ന സപ്ലൈ ഓഫ് മണി. എന്താണ് M1, എന്താണ് M2, എന്താണ് M3, എന്താണ് M4 പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ ഏതാണ് ബോർഡർ മണി, ഏതാണ് നേരോ മണി, അത് ചോദിക്കും. അത് സപ്ലൈ ഓഫ് മണിയുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൻട്രൽ ബാങ്ക്. മണി എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞാൽ ബാങ്കിങ് എന്ന് പറഞ്ഞ ഭാഗം എന്താണ്, സെൻട്രൽ ബാങ്ക് എന്താ, അഥവാ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് അല്ലെ. സെൻട്രൽ ബാങ്കും RBI ഒന്നാണ്, അതിന് ഫങ്ഷൻസ് ചോദിക്കും. അതേപോലെ തന്നെ മോണിറ്ററി പോളിസി എപ്പോഴും എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഒരുപാട് കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു ബൈ മോണിറ്ററി പോളിസി, വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട 5 ഇൻസ്ട്രുമെന്റ് അത് പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു ഭാഗം സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ, എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ്. അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നല്ലോണം പഠിച്ചു വെക്കുക. അതൊന്ന് ചോദിക്കാൻ മതി, എസ്സേക്ക് ചാൻസ് ഉള്ളൊരു ഭാഗമാണ് കൊമേഴ്ഷ്യൽ ബാങ്കും അതിൻ്റെ ഫങ്ഷൻസും. മണി ആൻഡ് ബാങ്കിങ് അഥവാ മാക്രോയിലെ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം ഇൻകം ഡിറ്റർമിനേഷൻ.
ഇൻകം ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട് ചോദിക്കുന്ന എക്സ് ആൻഡും എക്സ്പോസ്റ്റും അതേപോലെ തന്നെ ഓട്ടോണമസ് കൺസംഷനും അഗ്രിഗേറ്റ് ഡിമാൻഡ് ടു സെക്ടർ എക്കോണമി അല്ലെ C+I സി എന്താ നിങ്ങൾക്കറിയാം C⁻+CY ഐ ബാർ വരുന്ന ആ ഭാഗം അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കാണാൻ ചോദിക്കും. ഇക്വിലിബ്രിയം കാണാനുള്ള ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് ചോദിക്കും. എന്താണ് പാരഡോക്സ് ത്രഫ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു, പാരഡോക്സ് ത്രഫ്റ്റ് എന്താണ് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ 5ാമത്തെ ചാപ്റ്റർ ഗവൺമെന്റ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ്. മാക്രോ എക്കണോമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഗവൺമെന്റ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ്. അതിന് ഗവൺമെന്റ് ഫങ്ഷൻസുമായി ബന്ധപ്പെട്ട് അലോക്കേഷൻ ഫങ്ഷൻ, റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ചോദിക്കും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോമ്പണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ആ ചാർട്ട് നിങ്ങൾ നല്ലോണം പഠിച്ചു വെക്കണം. ആ ചാർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഗവൺമെന്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കോമ്പണൻസ്, ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, ഏതൊക്കെയാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് ഉള്ളത്, ഗവൺമെന്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ടൈപ്സ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കും. പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നുള്ള 6ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം ഓപ്പൺ എക്കോണമി. ഇതോടുകൂടി മാക്രോ അവസാനിക്കുന്നു. ഓപ്പൺ എക്കോണമിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഓപ്പൺ എക്കോണമി, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ലിങ്കേജുകളാണ് ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ. പ്രൊഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്, അത് ചോദിക്കും. അതേപോലെ എന്താണ് BOT, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് BOTയും BOPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ചോദിക്കും. അതേപോലെ തന്നെ പിന്നെ ചോദിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട ഡിറ്റർമിനൻസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഇത്രയും ഭാഗമാണ് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇനി ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെയുണ്ടായിരിക്കും, നിങ്ങൾക്ക് വിളിക്കാം, ഡൗട്ട്സ് ചോദിക്കാം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വീഡിയോസ് അഥവാ TFC, AC, AFC ഒക്കെ കാണുന്ന മൈക്രോ എക്കണോമിക്സിലെ ആ ബോക്സ്, അതേപോലെ തന്നെ GDP കാണാനുള്ള ഭാഗം ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണാം. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ എക്സാം ചെയ്താൽ ഓക്കെ. താങ്ക് യു.